ഹലോ മക്കളെ, നിങ്ങളുടെ ഇംഗ്ലീഷ് പരീക്ഷയിൽ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെ എഴുതണം, അത് കൃത്യമായി എഴുതി അതിൽ മുഴുവൻ മാർക്കും വാങ്ങണം എന്നുള്ള കാര്യമാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം നാളത്തെ പരീക്ഷയിൽ ക്യാരക്ടർ സ്കെച്ച് വന്നു കഴിഞ്ഞാൽ ഇനി ഒന്നും നോക്കാനില്ല, ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങിച്ചു വന്നോണം. ക്യാരക്ടർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക്കലി ഒരു ക്യാരക്ടർ ഇപ്പോൾ പരീക്ഷയിൽ ആരുടെ വേണമെങ്കിൽ ചോദിക്കാം, വില്യമിൻ്റെ ചോദിക്കാം അല്ലേ, പിന്നെ വേറെ ആരുടെ ചോദിക്കാം, ചിബിയുടെ ചോദിക്കാം, ആരുടെ വേണമെങ്കിൽ ചോദിക്കാം, നമ്മുടെ മെയിൻ ക്യാരക്ടേഴ്സിൻ്റെ ആരുടെ വേണമെങ്കിൽ ചോദിക്കാം. അപ്പോൾ അവരുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ പറഞ്ഞാൽ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് അവരുടെ ക്വാളിറ്റീസ്, അവരാരാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനൊരു ഫോർമാറ്റ് ഉണ്ട്, ആ ഫോർമാറ്റ് ഫോളോ ചെയ്താൽ എളുപ്പത്തിൽ എഴുതാൻ പറ്റും. എന്തൊക്കെയാണ് വേണ്ടത്? ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്യാം. ദാറ്റ് ഈസ് ഡാഷ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡാഷ്. ഇതാണ് ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ വില്യമിൻ്റെ ആണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഡാഷിൽ എന്ത് ചെയ്യണം? വില്യം എന്ന് ഫില്ല് ചെയ്യാം. വില്യം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി. ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ ബോയ് ഹു ഹാർനസ് ദ വിൻഡ്. അപ്പോൾ അത് ആദ്യം എഴുതി വെക്കാം. ഓക്കെ, നെയിം ആൻഡ് ദ സ്റ്റോറി. നെക്സ്റ്റ് വേണ്ടത് റോളാണ്. വില്യമിൻ്റെ റോൾ എന്താണ്? അപ്പോൾ അതങ്ങനെ എഴുതുക. ഹി ഓർ ഷീ ഈസ് ദ ഡാഷ് ഇൻ ദ സ്റ്റോറി. ഹി ഓർ ഷീ, ഇവിടെ എന്താണ്? ഹി ആണ്, ഷീ അല്ല. ഹി ഈസ് ദ യങ് ബോയ് ഇൻ ദ സ്റ്റോറി. ആ ഒരു സ്റ്റോറിയിൽ യങ് ബോയ് ആണ്. ഞാൻ നിങ്ങൾക്ക് മെയിൻ കിട്ടുന്നൊന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് പറയുക? ഹി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് പറഞ്ഞാലും മതി. പെട്ടെന്ന് കിട്ടുന്നില്ല, ആരാണെന്ന് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹി ഈസ് ദ മെയിൻ ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി എന്ന് സിമ്പിളായി പറഞ്ഞാൽ മതി. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പറയേണ്ട എന്താണ്? ഹി ഓർ ഷീസ് ഡാഷ് ഡാഷ് ആൻഡ് ഡാഷ്. എന്താണ് ഉദ്ദേശിക്കുന്നത്? അവരുടെ ക്വാളിറ്റീസ് പറയുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വില്യമിൻ്റെ ക്വാളിറ്റി എന്താ? ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്, ഭയങ്കര സിൻസിയർ ആണ്, അതൊക്കെ അല്ലേ. അത് നമ്മൾ പറയുക അങ്ങോട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഹി ഈസ് ക്യൂരിയസ്, ഹാർഡ് വർക്കിംഗ് ആൻഡ് ഡിറ്റർമിൻ. മിക്ക സമയത്തും എന്ത് ചെയ്യും? പരീക്ഷയിൽ അത് ഹിൻഡ് പോലെയൊക്കെ തരും. ഇതുപോലെ എന്താണ് തരുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഓർമ്മയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? നമ്മൾ പറയാം ക്യൂരിയസ് ആണ് അല്ലേ, എന്തൊക്കെ വർക്ക്, എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ അറിയാൻ ആഗ്രഹമുള്ള ആളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഡിറ്റർമിൻഡ് ആണ്. അപ്പോൾ ക്വാളിറ്റീസ് പറയാം. എന്നിട്ട് അതിൻ്റെ പ്രൂഫ് പറയാം. എന്തുകൊണ്ടാണ് നമുക്ക് പറയാൻ തോന്നുന്നത്? എന്താണ് അതിൻ്റെ പ്രൂഫ്? എന്താണ്? ദിസ് ക്യാൻ ബി സീൻ വെൻ എന്ന് പറയുന്നത് ഒരു പ്രൂഫ് എങ്കിലും കൊടുക്കാം. ദിസ് ക്യാൻ ബി സീൻ വെൻ ഹി കളക്ട്സ് ഓൾഡ് തിങ്സ്, ബിൽഡ്സ് എ വിൻ മിൽ ആൻഡ് ലൈറ്റ്സ് എ ബൾബ്. അതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാം? ഇവൻ എന്താണ്? ക്യൂരിയസ് ആണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഡിറ്റർമിൻഡ് ആണ്, മനസ്സിലാക്കാം. അവസാനം എന്ത് ചെയ്യുക? ദസ് ഡാഷ് ഇസ് എൻ ഡാഷ് ക്യാരക്ടർ. ഫൈനൽ ഒപ്പീനിയൻ പറയാം. ദസ് വില്യം ഇസ് എൻ ഇൻസ്പയറിംഗ് ക്യാരക്ടർ, അല്ലെ മെമ്മറബിൾ ക്യാരക്ടർ, എന്ത് വേണേൽ ചേർക്കാം. ഇൻസ്പയറിംഗ് എന്നോ മെമ്മറബിൾ എന്നൊക്കെ ചേർക്കാം. അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് ഫോളോ ചെയ്താൽ ആരുടെയും എളുപ്പത്തിൽ നിങ്ങൾക്ക് എഴുതാം. പരീക്ഷയിൽ ചോദ്യം വരുന്ന നോക്കാം. ഹോപ്പ് യു റിമെമ്പർ വില്യം ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് വിൻഡ്. വില്യം സക്സീഡഡ് ഇൻ ലൈറ്റിംഗ് എ ബൾബ് വിത്ത് വിൻഡ്മിൽ. പ്രിപ്പയർ ദ ക്യാരക്ടർ സ്കെച്ച് വില്യം. കുറേ എന്താണ് തന്നിട്ടുണ്ട്, ഹിന്റുകൾ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ ഉണ്ടാക്കാം അല്ലേ. ഡിറ്റർമിൻ, ഹാർഡ് വർക്കിംഗ്, ക്യൂരിയസ് ആൻഡ് ഇൻവെന്റീവ്, ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ, ക്രിയേറ്റീവ് ആൻഡ് ഒപ്റ്റിമിസ്റ്റിക്, ലിറ്റ് അപ്പ് ഹിസ് വില്ലേജ്. ഇത്രയാണ് ഹിന്റ് കൊടുത്തത്. ഇതിലെല്ലാം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യം, ഹാർഡ് വർക്കിംഗ് ഉപയോഗിക്കാം, ഡിറ്റർമിൻഡ് ഉപയോഗിക്കാം, ക്യൂരിയസ് ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ ഡ്രീമറും ഇൻവെന്റീവും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത്രയും ഉപയോഗിച്ചാൽ മതി അല്ലേ. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ആൻസർ. ഞാൻ ഒന്നുകൂടി വായിച്ചു നോക്കാം. വില്യം ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ദ ബോയ് ഹു ഹാർനസ്ഡ് ദ വിൻഡ്. ഹീ ഈസ് എ യങ് ഡ്രീമർ ആൻഡ് പ്രോബ്ലം സോൾവർ ഇൻ ദ സ്റ്റോറി. ഹീ ഈസ് ക്യൂരിയസ്, ക്വാളിറ്റീസ് പറയുക അല്ലേ, ഡിറ്റർമിൻ ആൻഡ് ഹാർഡ് വർക്കിംഗ്. പ്രൂഫ് പറയണം. ദിസ് ക്യാൻ ബി സീൻ വെൻ ഹി കളക്ട്സ് ഓൾഡ് തിങ്സ്, ബിൽഡ്സ് എ വിൻഡ്മിൽ ആൻഡ് ലൈറ്റ്സ് എ ബൾബ്. ദസ് വില്യം ഈസ് എ ഇൻസ്പയറിംഗ് ക്യാരക്ടർ. ബേസിക്കലി ഒന്നുമില്ലേ, ഇതിലങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഡാഷിന് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി, ഹി ഓർ ഷീ ഇസ് ദ യങ് ബോയ് ഇൻ ദ സ്റ്റോറി, ഹി ഓർ ഷീ ഈ ക്വാളിറ്റീസ് പറയുക. ദിസ് ക്യാൻ ബി സീൻ വെൻ, പ്രൂഫ് പറയുക. ദസ് ഡാഷ് ഇസ് എ വില്യം ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ, അല്ലെ മെമ്മറബിൾ ക്യാരക്ടർ, അല്ലെ ഇൻസ്പയറിംഗ് ക്യാരക്ടർ. ഇത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇതുകൊണ്ട് കറക്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഫില്ല് ചെയ്യുമ്പോൾ ഈ ക്വാളിറ്റീസിൻ്റെ ഭാഗം വരും. എന്ത് ചെയ്യുക? ഇതിൽ കൊടുത്താൽ ഇതും കൂടെ ഉപയോഗിക്കത്തുള്ളൂ, കൊടുത്തിട്ടുണ്ടെങ്കിൽ. അല്ലെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് എഴുതുക. വേറൊരു ചോദ്യം ട്രൈ നോക്കാം. ഡോണ്ട് യു റിമെമ്പർ ചിബി from Crowboy? We have seen how Chibi becomes a hero at the end. Prepare the character sketch of Chibi. അപ്പോൾ ഷൈ ആണ്, ടൈനി ബോയ് ആണ്, പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ട്, ഇമിറ്റേറ്റ്സ് ക്രോ ഉണ്ട്, സ്ലോ പോക്ക് ടു ക്രോ ബോയ് ആണ് അല്ലേ. സ്ലോ പോക്കിൽ നിന്ന് ക്രോ ബോയിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. ഇതെല്ലാം ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു 3 എണ്ണമൊക്കെ ഉപയോഗിക്കാം. എങ്ങനെ എഴുതുക? വീണ്ടും നമ്മൾ ടെംപ്ലേറ്റ് ഫോളോ ചെയ്യുക. നമ്മൾ ടെംപ്ലേറ്റ് ഡാഷ് ഇസ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡാഷ്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക? ചിബി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ അല്ലേ. ചിബി ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ക്രോ ബോയ്. അത് എഴുതി വെക്കാം. പിന്നെന്താണ് അവൻ്റെ റോൾ? എന്താണ്? ഹീസ് എ ടൈനി ബോയ് ഇൻ ദ സ്റ്റോറി. ടൈനി ബോയ് ആണ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. ടൈനി ബോയ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹീസ് എ ടൈനി ബോയ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഷൈ ബോയ് എന്ന് കൊടുക്കാം, ഇൻ ദ സ്റ്റോറി എന്ന് കൊടുക്കാം. ഇനി ക്വാളിറ്റീസ് പറയാം. ഹീസ് ഷൈ ബട്ട് ഹി ഹാസ് പെർഫെക്റ്റ് അറ്റൻഡൻസ്. അപ്പോൾ ക്വാളിറ്റീസ് എന്താണ്? ഹീസ് ഷൈ ആണ്, പക്ഷെ പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ട് അല്ലേ. പിന്നെ വേണേൽ പറയാം ഹി ഇമിറ്റേറ്റ്സ് ക്രോസ് ഒക്കെ നമുക്ക് ചേർക്കാം കേട്ടോ. അതിൽ ഫുൾ ചേർക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഷൈ കൊടുക്കാം. ദിസ് ക്യാൻ ബി സീൻ, അതിൻ്റെ പ്രൂഫ് വേണം. വെൻ ഹി ഇമിറ്റേറ്റ്സ് ക്രോസ്
അറ്റ് ദ ടാലൻറ്റ് ഷോ എന്ന് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇത് കൃത്യമായിട്ട് ക്വാളിറ്റീസിൻ്റെ പ്രൂഫ് എന്നൊന്നും അല്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, കാരണം എന്താണ്, പെർഫെക്റ്റ് അറ്റൻഡൻസ് ഉണ്ട്, ഈ ഷൈ, പക്ഷേ ഈ ഹാർഡ് വർക്കിംഗ് എന്ന് പറയാം. കാരണം ഹാർഡ് വർക്ക് ചെയ്താണല്ലോ ആ ഒരു ക്രോവിൻ്റെ ഇമിറ്റേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാകുന്നത് അല്ലേ. അപ്പോൾ അതും കൂടി ചേർക്കാം. എന്നിട്ട് പറയാം ദിസ് ക്യാൻ ബി സീൻ വെൻ ഹി ഇമിറ്റേറ്റ്സ് ക്രോസ് അറ്റ് ദ ടാലൻറ്റ് ഷോ എന്ന് പറയാം. ഹി ചേഞ്ചസ് ഫ്രം എ സ്ലോ പോക്ക് ടു ക്രോ ബൈ. അതിവിടെ ഹിൻഡ് കൊടുത്ത സ്ഥിതിക്ക് നമുക്ക് അതും കൂടി ചേർത്തേക്കാം. എന്നിട്ട് അവസാനം പറയുക, കൺക്ലൂഷൻ കൊടുക്കുക, ദിസ് ജസ്റ്റ് ചിബി ഈസ് എൻ ഇൻസ്പയറിംഗ് ക്യാരക്ടർ അല്ലെ മെമ്മറബിൾ ക്യാരക്ടർ, എന്ത് വേണം കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ക്യാരക്ടർ സ്കെച്ച് എഴുതുകയാണെങ്കിൽ ആരുടെ വന്നാലും, മിക്കവാറും ചിബിയുടെയോ അല്ലെ വില്യമിൻ്റെ ആയിരിക്കും വരിക, പക്ഷെ ആരുടെ വന്നാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും, ഫുൾ മാർക്ക് കിട്ടുകയും ചെയ്യും. ക്ലിയർ ആണല്ലോ മക്കളെ? അപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റ് നോട്ട്ബുക്കിൽ ഇപ്പോൾ തന്നെ എഴുതി വെച്ചുകൂടാ. ആരുടെ വന്നാലും ടെംപ്ലേറ്റ് അങ്ങോട്ട് ഉപയോഗിക്കുക, ഹിൻഡുകൾ മാക്സിമം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഫുൾ മാർക്ക് കിട്ടും. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓൾസോ എക്സാമിനറിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് ഡെയിലി ലൈവ് ഉപയോഗിച്ച് പ്രോപ്പറായിട്ട് ഇനിയുള്ള പരീക്ഷകൾക്ക് എല്ലാ സബ്ജക്റ്റും പഠിക്കണമെങ്കിൽ ഏറ്റവും അഫോർഡബിൾ ബാച്ച് നമുക്ക് അവൈലബിൾ ആണ്. ഞാനും അലൻ സാറും നമ്മുടെ അർച്ചനാമസും ഒക്കെ അവിടെ അടിപൊളി ക്ലാസ്സുകൾ കൊടുക്കുന്നതായിരിക്കും. മാത്സിൻ്റെയും ബേസിക് സയൻസിൻ്റെയും സോഷ്യലിൻ്റെയും എല്ലാത്തിൻ്റെയും ഒക്കെ ലാംഗ്വേജസിൻ്റെ ഒക്കെ അവിടെ അടിപൊളി ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. അതിൽ ജോയിൻ ചെയ്യണം, താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ ജോയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ ഓഫറും കൂടി ഉണ്ടാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇംഗ്ലീഷ് എക്സാമിന് ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പെർഫോം ചെയ്യാം. നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് വീണ്ടും കാണാം.